ഹലോ എവ്രിവൺ, ഞാനിപ്പോൾ അമ്മൂമ്മയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മൂമ്മ എന്നോട് കുറച്ച് കഥകൾ പറഞ്ഞു. നമ്മുടെ വീട്ടിലുള്ള അമ്പലത്തെപ്പറ്റി ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചത് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അതിനെപ്പറ്റി അറിഞ്ഞതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്കും അനുഭവമുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം, ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. സോ നിങ്ങളതൊന്ന് കേട്ട് നോക്കിക്കോ. ഞാൻ 2 പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്, പാർട്ട് 1, പാർട്ട് 2. സോ നിങ്ങളത് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടും കാണുക. അമ്മൂമ്മേ, എല്ലാരും നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ അമ്പലത്തിനെ പറ്റി ചോദിച്ചു, ഒന്ന് പറയാവോ എന്തെങ്കിലും? ഈ അമ്പലം ഞാൻ വരുമ്പോഴും ഉണ്ട്. ഇതാരുടെ അമ്പലം? അമ്പലം എന്തറിവന്റെ അമ്പലം ആണോ? ആരാ ഇത് പണിതത്? ഇത് ഞാൻ വരുമ്പോഴേ ഇവിടെ ഉണ്ട്. ആണോ? അതുകൊണ്ട് അപ്പൂപ്പന്മാരാരോ പണിയിച്ചതാ. പിന്നെ പൂന്തറക്കാവിന്ന് യക്ഷി കാണാൻ വരുമെന്നും പറയുന്നു. ഇവിടെ പൂജയൊക്കെ എങ്ങനെയാ? എല്ലാ മാസവും തിരുമേനിയെ വിളിച്ച് പൂജ കഴിക്കും. ഗന്ധർവ പൂജ ചെയ്യാൻ അറിയാവുന്നവർക്കേ ഇവിടെ ചെയ്യാൻ പറ്റൂ. ആണോ? അപ്പൊ സാധാരണ തിരുമേനിമാരല്ലല്ലോ ചെയ്യുന്നത്. അല്ല, അത് അറിയാവുന്ന തിരുമേനിമാരാ ചെയ്യുന്നത്. ആണോ? പിന്നെ നമ്മൾ ഈ യക്ഷി കാണാൻ വരുന്നു എന്ന് പറഞ്ഞില്ലേ, അതേത് ദിവസമാണെന്നറിയാവോ? യക്ഷി കാണാൻ വരുന്നത് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് നേരത്തെ കിടന്നുറങ്ങും അല്ലേ? കഥ ഒന്നും തുറന്നു നോക്കാൻ വയ്യ. ഇതെന്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുണ്ടോ? ഞാൻ 10-40 വർഷമായി ഇവിടെ വന്നിട്ട്. അന്നേരം ഞാൻ ഇതുപോലെ പല പ്രാവശ്യം രാത്രികളിൽ ഇങ്ങനെ അസമയത്താണ്. അന്നേരമൊക്കെ ഒരു ചെലങ്കയുടെ ഒച്ച കേൾക്കാറുണ്ട്. ചെലങ്ക കൊണ്ട് നടക്കുന്ന ഒച്ച. ചിലപ്പം ഒരു കാര്യമുണ്ട്, പുറകിൽ കേൾക്കും, വീടിൻ്റെ പുറകിലായിട്ട്. അല്ലെങ്കിൽ ചില ദിവസം ഫ്രണ്ടിൽ കേൾക്കാറുണ്ട്. അന്നേരം ഞാൻ അമ്മൂമ്മോട് പറയും, ഇങ്ങനെ ഞാൻ ചെലങ്കയുടെ ഒച്ച കേൾക്കുന്നു. അമ്മൂമ്മ എന്നോട് പറഞ്ഞു, അമ്മ എന്നെ പറഞ്ഞു, അങ്ങനെ കേൾക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അതുകൊണ്ട് ഇറങ്ങി നോക്കുകയൊന്നും വേണ്ട, അത് പൂന്തറക്കാവിന്ന് ദേവിയുടെ വരവാന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞു. ഓക്കെ.